വർഷം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ക്രിസ് വേണുഗോപാൽ താലി ചാർത്തി കൈ പിടിച്ചപ്പോഴാണ് ഞാനും സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവളാണെന്ന് ദിവ്യ ശ്രീധർ തിരിച്ചറിഞ്ഞത്. രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും വിവാഹമോചിതയുമായ ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഇന്നുവരെയും പലതരത്തിലുള്ള പരിഹാസങ്ങളും അപമാനങ്ങളും ക്രിസും ദിവ്യയും ഏറ്റുവാങ്ങുന്നുണ്ട്. സ്വത്ത് കണ്ട് മോഹിച്ച് വയസ്സിനെ ദിവ്യ വിവാഹം ചെയ്തുവെന്നാണ് കല്യാണ വാർത്തകൾ പ്രചരിച്ചപ്പോൾ നിറഞ്ഞ കമൻറ്റുകൾ. വിമർശനങ്ങളെയെല്ലാം അതിജീവിച്ച് ദാമ്പത്യ ജീവിതം 1 വർഷം പൂർത്തിയാകുമ്പോൾ വിവാഹ വാർഷികാഘോഷത്തിൻ്റെ വീഡിയോയുമായി എത്തിയിരിക്കുന്നതാണ് ദിവ്യ. ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കല്യാണം. പത്തരമാറ്റിലെ മൂർത്തി മുത്തശ്ശനും സുഗമോദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം. ജനങ്ങൾക്ക് പരിഹസിക്കാനും ഒത്തിരി വിമർശനങ്ങൾ നേരിടാനും. ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് 1 വർഷം തികയുന്നു. ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ എല്ലാവരും ഒത്തിരി നന്ദി. എവിടെ കണ്ടാലും ദിവ്യയല്ലേ, ക്രിസ് ക്രിസ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ സ്നേഹത്തിന് എന്ത് പറയണമെന്നും അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാകണം. വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത്. ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ ഒരു കല്യാണത്തോടെയാണ്. അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ലൈഫ് എൻ്റെ ഏട്ടനും കുടുംബത്തിനും സൗമ്യ ചേച്ചിയോടും നന്ദി പറയുന്നു. കളിയാക്കലും പരിഹസിക്കലും ഒന്നും അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. ഏട്ടന് വർക്കുണ്ട്, അതുകൊണ്ട് ഔട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ സെലിബ്രേഷൻ ഇല്ല. ഏട്ടൻ്റെ പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ പറ്റിയിരുന്നു, അതിൽ ഹാപ്പിയാണ്. ഇടയ്ക്ക് മാത്രമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി. ഒരു ഫോട്ടോ ഫ്രെയിമും കുറിപ്പുമാണ് ക്രിസിന് ദിവ്യ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായി നൽകിയത്. ദിവ്യയുടെ ഇഷ്ടങ്ങളെല്ലാം വ്യക്തമായി ക്രിസ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് ക്രിസ് നൽകിയ സമ്മാനത്തിൽ നിന്ന് വ്യക്തമാണ്. കുഞ്ഞുമോൾ നീ അത്രയും ക്ഷമയുള്ള ആളാണ്, നിന്നോട് എനിക്ക് സ്നേഹം കൂടുന്നേ ഉള്ളൂ എന്ന്, ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നും ഏട്ടൻ അറിയാമെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഇത്രയും ഗിഫ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കുപ്പിവള, സാരി, മെമ്മറബിൾ ഫോട്ടോസ്, കീ ചെയിൻ എല്ലാം അടങ്ങിയ ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. ഇത്രയധികം ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ആദ്യമായി ഏട്ടൻ്റെ വീട്ടിൽ പോയി അമ്മയെ പരിചയപ്പെട്ടപ്പോൾ ഒരു ചുവന്ന സാരിയാണ് അമ്മ തന്നത്. അതൊടുത്ത് ഞാൻ തന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്യുന്നുവെന്ന് ദിവ്യ പറയുന്നു. ക്രിസിൻ്റെയും 2 വിവാഹമാണ്. ദിവ്യ കണ്ണൂർ സ്വദേശിനിയാണ്. ആദ്യ വിവാഹം പരിചയപ്പെട്ടതിന് ശേഷം 2 മക്കളെയും വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം ദിവ്യ ഒറ്റയ്ക്കാണ്. ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നൽ പോലും തനിക്ക് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ടെന്നാണ് ദിവ്യ പറഞ്ഞിട്ടുള്ളത്. ക്രിസ് ജീവിതത്തിലേക്ക് വന്ന ശേഷം ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ് ദിവ്യയുടേത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.